ഹായ്, അപ്പം നമുക്ക് ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അത് നമ്മുടെ റേഷൻ അരി വെള്ളയരി ചോറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ വെള്ളയരി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വേവിട്ട് ഊറ്റി വെക്കണം കേട്ടോ, ഒരുപാട് അങ്ങ് അളിഞ്ഞു പോകാൻ നിൽക്കാണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ നെയ്യോ ആണ് നല്ലത്. ഇത് രണ്ടും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. 2 പച്ചമുളകും ഒരു സവാളയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് ചെറിയ സവാളയാണ് അരിഞ്ഞേക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിനകത്തോട്ട് അത് വാടി വന്നപ്പോൾ ഞാൻ 2 തക്കാളിക്ക് ഇട്ട് കൊടുത്ത്. കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അത് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടണം. തക്കാളി സവാളയൊക്കെ വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് കുറച്ച് സമയം. എന്നിട്ട് അതിന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ആ തവി കൊണ്ട് തന്നെ തക്കാളി എല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി കളറുള്ള മുളക് പൊടിയാണ്, എരി ഉള്ള മുളക് പൊടി ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. എണ്ണയ്ക്കകത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഞാൻ മസാലയിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ഇച്ചിരി മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അതൊന്ന് മിക്സാക്കി ആ വെള്ളം ഒന്ന് വറ്റണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ചോറിട്ട് കൊടുക്കാം. ചോറ് നേരത്തെ വേവിച്ച് ഞാൻ ഫാൻ്റെ കയ്യിൽ വെച്ച് തണുപ്പിച്ചാണ് കേട്ടോ. ബിരിയാണി അരിയാണെങ്കിൽ അങ്ങനെ തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ പശ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഫാൻ്റെ കയ്യിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി വേണമെങ്കിൽ ഇത്തിരി നെയ്യോ കറിവേപ്പില മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്നും എൻ്റെ ഇല്ല. കറിവേപ്പില ഞാൻ ഇത്തിരി ഇട്ടിട്ടുണ്ട്. മല്ലിയില ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഒരു കോഴിമുട്ടയും ഇച്ചിരി സലാഡും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തട്ടത്തിലാക്കി കൊടുക്കാം. ടൊമാറ്റോ റൈസും സലാഡും മുട്ട പുഴുങ്ങിയതുമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.